ഗൾഫ് മേഖലയിൽ ഇറാൻ്റെ തിരിച്ചടി ശക്തമായി തുടരുകയാണ്. ഗൾഫിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ്റെ വ്യോമാക്രമണം ഉണ്ടായിരുന്നു. ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലെ എണ്ണ പ്രകൃതിവാതക പ്ലാന്റുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പ്ലാന്റായ ഖത്തറിലെ റാസ് ലഫാനിൽ വൻ സ്ഫോടനങ്ങൾ നടന്നതായും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. UAE ലക്ഷ്യമാക്കി വന്ന മിസൈലുകൾ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തു എങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് അബുദാബിയിലെ ഹബ്ഷാൻ ഗ്യാസ് ഫെസിലിറ്റി, ബാബ് എണ്ണപ്പാടം എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ലോകം ഒരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന സൂചനകളാണ് ഈ ആക്രമണങ്ങൾ നൽകുന്നത്. അതോടൊപ്പം മേഖലയിൽ സമ്പൂർണ്ണ സാമ്പത്തിക യുദ്ധത്തിന് തയ്യാറാണെന്നും ഉടൻ തന്നെ കൂടുതൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള വിപണികളിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുകയാണ്. ബ്രെന്റ് ക്രൂഡ് വില 5% വർദ്ധിച്ച് ബാരലിന് $109 മുകളിലായി. ആക്രമണം നേരിട്ട ഊർജ്ജ കേന്ദ്രങ്ങളിൽ നിന്നും ജീവനക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചിട്ടുണ്ട്. ഖത്തറിലെ റാസ് ലഫാനിൽ ആളപായം ഇല്ലെന്നും തീ അണക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഖത്തർ എനർജി വ്യക്തമാക്കി. നേരത്തെ ഇറാൻ്റെ പാഴ്സ് വാതക പാടത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചത്. അതേസമയം ഇറാൻ ഇൻ്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബിനെ ടെഹ്റാനിൽ വെച്ച് വധിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഉന്നത സുരക്ഷാ മേധാവി അലി ലാരിജാനി, സൈനിക കമാൻഡർ ഗൊലാം റസ സുലൈമാനി എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ ടെഹ്റാനിൽ ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ പുരോഗമിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പുതിയ സംഭവ വികാസങ്ങളുണ്ടായത്. ലാരിജാനിയുടെ കൊലപാതകത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായി അപലപിക്കുകയും ചെയ്തു. ഇറാൻ്റെ ദേശീയ സുരക്ഷാ മേധാവി ലാരിജാനിയുടെ കൊലപാതകത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ തുള്ളി രക്തത്തിനും അമേരിക്കയും ഇസ്രയേലും വലിയ വില ഒടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലാരിജാനിയുടെ മരണത്തോടെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പുതിയ മേധാവിയായി ആര് വരുമെന്ന ചർച്ചകളും ഇറാനിൽ സജീവമാണ്. ലാരിജാനിയുടെ പകരക്കാരനായി IRGC മുൻ കമാൻഡർ മൊഹ്സെൻ റസായിയെ നിയമിക്കാനാണ് സാധ്യത. 1981 മുതൽ 97 വരെ 16 വർഷക്കാലം IRGC കമാൻഡർ ഇൻ ചീഫായിരുന്ന റസായി ഒന്നിലധികം തവണ ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുണ്ട്. 27-ാം വയസ്സിലാണ് അദ്ദേഹം ഇറാൻ സൈന്യത്തിൻ്റെ ഭാഗമായി മാറുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് ഒരാളെ ഇറാനിയൻ അധികൃതർ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങളും വിവരങ്ങളും മൊസാദ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്ന സയനിസ്റ്റ് ചാരൻ്റെ വധശിക്ഷ ഇന്നലെ രാവിലെ നടപ്പാക്കിയെന്ന് ഇറാനിയൻ ജുഡീഷ്യറിയുടെ മിസാൻ ഓൺലൈൻ വെബ്സൈറ്റ് പറയുന്നു. കൗറുഷ് കിവാനി എന്നയാളെയാണ് ഇറാൻ വധിച്ചത്. കഴിഞ്ഞ ജൂണിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 12 ദിവസത്തെ യുദ്ധത്തിനിടെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു. ഇസ്രായേലിൻ്റെ മൊസാദ് ചാര ഏജൻസിയിലെ ഏജന്റുമാരുമായുള്ള ഇയാളുടെ കൂടിക്കാഴ്ചകളുടെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ ഇയാൾ 6 യൂറോപ്യൻ രാജ്യങ്ങളിലും ടെൽ അവീവിലും പരിശീലനം നേടിയതായും പറയുന്നു.